ഈശോയ്ക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. അകന്നുപോയ ബന്ധങ്ങളെ വിളക്കി യോജിപ്പിക്കാൻ, മറന്നുപോയ പ്രാർത്ഥനകളെ ഓർത്തെടുക്കുവാൻ, കളഞ്ഞുപോയ സൗഹൃദങ്ങളെ വീണ്ടെടുക്കുവാൻ ഒരു ക്രിസ്മസും കൂടെ വരവായി. കുരിശിൻ്റെ തണലിൽ എന്ന വചനപ്രഘോഷണ പരമ്പരയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ക്രിസ്മസിൻ്റെ ആശംസകൾ എല്ലാവർക്കും നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വചന സന്ദേശം കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഡിവൈൻ കൂട്ടായ്മയും ഗുഡ്നസ് ടിവിയിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകരും നിങ്ങൾക്ക് വേണ്ടി ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. ദൈവം വലിയ അനുഗ്രഹങ്ങളാണ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിയുന്നത്. ഒരുപക്ഷേ നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ സന്തോഷത്തോടെ ആയിരിക്കാം, ദൈവത്തിന് നന്ദി പറയാം. എന്നാൽ തളർന്ന മനസ്സോടെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരവസരത്തിലൂടെയാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ക്രിസ്മസ് നൽകുന്നത് സന്തോഷത്തിൻ്റെ ഒരു സദ്വാർത്തയാണല്ലോ. ആ സദ്വാർത്ത സ്വീകരിക്കാൻ, അതിനനുസരിച്ച് ഞങ്ങളുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തുവാൻ, പുതിയ പ്രതീക്ഷകൾ കൊണ്ട് ഞങ്ങളുടെ മനസ്സുകളെ നിറയ്ക്കുവാൻ സഹായിക്കണമേ എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ വീട് മലബാറിലാണ്. 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന ആ സമയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പം എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം മലബാറിൽ ഞങ്ങളുടെ കൃഷിസ്ഥലത്ത് ധാരാളം കശുമാവിൻ തോട്ടങ്ങളുണ്ടായിരുന്നു. സ്കൂൾ വിട്ട് കഴിഞ്ഞ് വന്നു കഴിയുമ്പോൾ മാതാപിതാക്കളുടെ കൂടെയും സഹോദരരുടെ കൂടെയും കശുവണ്ടി കളക്ട് ചെയ്യുവാനായിട്ട് ഈ കൃഷി സ്ഥലത്തേക്ക് പോകുമായിരുന്നു. വലിയ ഉത്സാഹമായിരുന്നു. കാരണം ധാരാളം കശുവണ്ടികൾ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിൽ പച്ചകെടാതെ നിൽക്കുന്ന ഒരു കശുമാവുണ്ട്. ആ കശുമാവ് ഒരു 10-30 സെൻറ്റ് സ്ഥലത്തിങ്ങനെ വ്യാപിച്ച് കിടക്കുകയാണ്. വലിയ സന്തോഷമാണ് അതിൻ്റെ ചുവട്ടിലേക്ക് ചെല്ലുമ്പോൾ. മരത്തിന് മുകളിലേക്ക് നോക്കുമ്പോൾ ധാരാളം കശുവണ്ടികൾ. ഈ മരത്തിൻ്റെ ചുവട്ടിൽ നമ്മൾക്ക് പറക്കിക്കൂട്ടുവാനായിട്ട് ധാരാളം കശുമാവിൻ പഴങ്ങളും കശുവണ്ടിയും. വലിയ സന്തോഷമാണ്. ഒരു ദിവസം പതിവ് പോലെ സ്കൂളൊക്കെ വിട്ട് ചെന്ന് ഈ കശുമാവിൻ്റെ ചുവട്ടിലെത്തി. ഈ കശുമാവിനൊരു പ്രത്യേകതയുണ്ട്. ആ നാട്ടിൽ വെച്ച് ഏറ്റവും ആദ്യം കായ്ക്കുന്നത് ഈ കശുമാവാണ്. അപ്പോൾ കുട്ട നിറച്ചും കശുവണ്ടിയായി തിരിച്ചു വരുമ്പം എല്ലാവരും ചോദിക്കും, ഇത്രമാത്രം കശുവണ്ടി ആയോ എന്ന്. ഞങ്ങൾ വലിയ സന്തോഷത്തോടെ പറയും, ആയി, ദൈവം തന്നതാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ അത് ചുവന്നുകൊണ്ട് വീട്ടിലേക്ക് പോകും. എന്നാൽ ഒരു ദിവസം ഈ കശുമാവിൻ്റെ ചുവട്ടിലെത്തിയപ്പോൾ ഈ കശുമാവിൻ്റെ വലിയൊരു ശിഖരം താഴേക്ക് അടർന്നിരിക്കുന്നത് കാണുവാൻ സാധിച്ചു. എനിക്ക് വലിയ സങ്കടമായി. ഞാൻ എൻ്റെ പപ്പയോട് ചോദിച്ചു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊക്കെ ചെറിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമായിരുന്നല്ലോ ഇത് എന്ന്. അപ്പോൾ പപ്പ പറയും, മകനെ, ഇനിയും വലിയ രക്ഷയൊന്നുമില്ല, അത് പോകും. ഞാൻ പപ്പയോട് പറയും, നമുക്ക് വലിയൊരു കയറുപയോഗിച്ച് അതൊന്ന് പിടിച്ച് ഈ ശിഖരത്തെ ഒന്ന് തായ്തണ്ടിനോട് ഒന്ന് ചേർത്ത് കെട്ടിയാലോ എന്ന്. അപ്പോൾ പിതാവ് പറയും, അതുകൊണ്ടൊന്നും കാര്യമല്ല എന്ന്. പിന്നെ വലിയ വിഷമത്തോടെ വീട്ടിലെത്തും. അമ്മയോട് ഈ വേദനയൊക്കെ പറയും. അപ്പോൾ അമ്മ ആശ്വസിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മകനെ വിഷമിക്കേണ്ട, ഇതൊക്കെ ഞങ്ങൾക്കറിയാമായിരുന്നു. ഈ കശുമാവിൻ്റെ 8-10 കശുവണ്ടി എടുത്ത് അമ്മ മാറ്റി വെച്ചിട്ടുണ്ട്. അടുത്ത മെയ് മാസം ആകുമ്പോൾ ഈ കശുവണ്ടിയെല്ലാം നമ്മൾ പാകി കിളിപ്പിക്കും. അതിനുശേഷം ഈ കശുമാവ് നിന്ന സ്ഥലത്തും അതിന് ചുറ്റുവട്ടുമെല്ലാം നമ്മൾ ഈ കശുമാവിൻ തൈകൾ കൊണ്ടുവയ്ക്കും. അങ്ങനെ വന്നു കഴിയുമ്പം ഏകദേശം ഒരു 4-5 വർഷം കഴിയുമ്പോൾ നമ്മൾക്ക് ധാരാളം കശുമാവിൻ തോട്ടം ഉണ്ടാവും, ധാരാളം കശുവണ്ടികൾ ലഭിക്കുമെന്ന് പറഞ്ഞ് അമ്മ എന്നെ ആശ്വസിപ്പിക്കുകയാണ്. മുറ്റത്ത് നന്നായി കായ്ക്കുന്ന ഒരു തെങ്ങുണ്ടായിരുന്നു. ഒരു ദിവസം അത് ഇടിവെട്ടേറ്റ് അത് പോയി. ആ സമയത്തും അമ്മ എനിക്ക് പറഞ്ഞു തന്നു, മകനെ, ഇത് സംഭവിക്കുമെന്ന് അറിയാമായിരുന്നു, അതുകൊണ്ട് 3 തേങ്ങയെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ അത് പാകി കിളപ്പിക്കും, ഇതിനു ചുറ്റും നമ്മൾ വയ്ക്കും. അങ്ങനെ പറഞ്ഞ്
ജീവിതത്തിൽ നഷ്ടപ്പെട്ടു എന്ന് എൻ്റെ കുഞ്ഞിളം മനസ്സ് പറയുമ്പോഴും എൻ്റെ മാതാവും പിതാവും എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു, പ്രതീക്ഷ നൽകി എന്നെ ആശ്വസിപ്പിക്കുകയായിരുന്നു. ദൈവം നമുക്ക് പ്രതീക്ഷ നൽകിയാണ് ജനിപ്പിച്ചത്. ആ മാതാപിതാക്കൾ പ്രതീക്ഷ പകർന്നു നൽകി. എന്നാൽ ഇന്ന് ക്രിസ്മസ് ആചരിക്കുന്ന ഈ നിമിഷങ്ങളിൽ വലിയ പ്രതീക്ഷയാണ്, വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണ് ഈ ക്രിസ്മസ് നമുക്ക് നൽകുന്നത്. മാലാഖമാർ വലിയൊരു പ്രതീക്ഷയാണ് ആട്ടിടയന്മാർക്ക് കൊടുക്കുന്നത്. ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 10-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: ഭയപ്പെടേണ്ട, ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. മാലാഖമാർ ആട്ടിടയന്മാർക്ക് വലിയ ഒരു പ്രതീക്ഷയാണ് കൊടുത്തത്, ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞുകൊണ്ട്. ഈ ഭയപ്പെടേണ്ട എന്ന് പറയാൻ കാരണമുണ്ട്. ചരിത്രം പരിശോധിച്ചാൽ നമ്മൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും, ഓരോ ഇടയനും 50 അല്ലെങ്കിൽ 100 ആടുകൾ വെച്ചുണ്ടായിരുന്നു. അങ്ങനെ ഈ ഇടയനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ വലിയ സമ്പാദ്യമാണ് ഈ ആടുമാടുകൾ. എന്നാൽ കവർച്ചക്കാർ വന്ന് ഈ ഇടയനെ അടിക്കുകയും ചിലപ്പോൾ കൊന്നുകളയുകയും ചെയ്യുമായിരുന്നു. അങ്ങനെ ഈ ആടിനെ മുഴുവൻ കരസ്ഥമാക്കുമായിരുന്നു. വലിയ ഭീതിയോടെ വേദനയോടെ ജീവിച്ച ഈ ആട്ടിടയരുടെ അടുക്കിലേക്കാണ് മാലാഖ പറഞ്ഞത്, ഭയപ്പെടേണ്ട, സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു എന്ന്. മാലാഖമാർ ആട്ടിടയന്മാർക്ക് ഒരു പ്രതീക്ഷ കൊടുക്കുന്ന ഒരു ചിത്രമാണ് നമ്മൾക്കിവിടെ കാണുവാൻ സാധിക്കുക. സ്നേഹമുള്ളവരെ, ഈ ലോകത്തിലേക്ക് ഒന്ന് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. നമുക്കറിയാം, ഭയത്തിൻ്റെയും വേദനയുടെയും നിഴൽപ്പാടുകളിലൂടെയാണ് ലോകം കടന്നു പോകുന്നത്. ശീതസമരവും ശീതയുദ്ധവും ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും നമ്മളെ അറിയുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ആ ദൈവം നമ്മളെ പരിപാലിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഇസ്രായേൽ ഹമാസ് യുദ്ധം ഒരു വശത്ത്, വർഷങ്ങളായി തുടങ്ങിയ യുക്രൈൻ റഷ്യ യുദ്ധം മറുവശത്ത്, സിറിയയിലെ ആഭ്യന്തര കലാപം, മണിപ്പൂരിലെ ജനങ്ങളുടെ വേദന. ഈ മക്കളൊക്കെ കടന്നു പോകുന്നത് വലിയ വേദനയിലൂടെയാണ് സഹോദരങ്ങളെ. ഒരുപക്ഷെ പത്രത്തിൻ്റെ താളുകളൊക്കെ മറിച്ചു നോക്കുമ്പോൾ നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കാം, ഈ യുദ്ധത്തിലൊക്കെ ഒറ്റപ്പെട്ടു പോയ കുഞ്ഞുമക്കളുണ്ട്. അവർക്ക് രക്ഷാപ്രവർത്തകർ ഭക്ഷണപ്പൊതി അവരുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ അവരുടെ മുഖത്തെ ഒരു സന്തോഷം. സന്തോഷിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, എല്ലാം നഷ്ടപ്പെട്ടു. മാതാപിതാക്കളും സഹോദരങ്ങളും ഒക്കെ നഷ്ടപ്പെട്ടു. എങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കിട്ടുമ്പോൾ ആ പിഞ്ചു പൈതങ്ങളുടെ മുഖത്തെ ആ ഒരു പുഞ്ചിരി. സ്നേഹമുള്ളവരെ, ഭയപ്പാടിൻ്റെ നിഴലിലൂടെ ഈ ലോകം കടന്നു പോകുന്നു. നമ്മളിപ്പോൾ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നതെങ്കിൽ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. എന്നാൽ മറുവശത്ത് ഈ ക്രിസ്മസിൻ്റെ സമയത്ത് നമ്മൾ ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ യുദ്ധവും ആഭ്യന്തര കലാപവുമെല്ലാം അവസാനിക്കണം. ദൈവമേ, മാലാഖമാർ ആട്ടിടയന്മാർക്ക് ഒരു പ്രതീക്ഷ കൊടുത്തു, സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഇത് ഈ മക്കളിലേക്ക് യുദ്ധമില്ലാത്ത ഒരു ലോകം, ആഭ്യന്തര കലഹമില്ലാത്ത ഒരു ലോകം, സ്നേഹത്തോടെ ആ ക്രിസ്തീയ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു ലോകം, ദൈവമേ അത് തരണമേ എന്ന് നമ്മൾക്കൊന്നു ചേർന്ന് ഈ ദിവസം പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ വീടുകളിലേക്ക്, നമ്മുടെയൊക്കെ കുടുംബത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ ഈശോയെ വരവേൽക്കുവാനായി നമ്മൾ ശ്രമിക്കുന്നുണ്ടാവാം. എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ നന്നായി ഒന്ന് കുമ്പസാരിച്ച് തയ്യാറെടുത്തു. ഈ ദിവസങ്ങൾ മുഴുവൻ പ്രായശ്ചിത്ത പ്രവൃത്തികളും സുഹൃതങ്ങളൊക്കെ അഭ്യസിച്ചു. ചിലരൊക്കെ പാവപ്പെട്ടവരുടെ ആ ഭവനങ്ങൾ, വൃദ്ധമന്ദിരങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടാവാം. അവരെയൊക്കെ പ്രതീക്ഷ കൊടുത്ത് ഉണർത്തിയിട്ടുണ്ടാവാം. ദൈവത്തിന് നന്ദി പറയാം. മറുവശത്ത് നമ്മളൊക്കെ ജീവിക്കുന്ന കുടുംബത്തിൽ തന്നെ ഭയപ്പാടിൻ്റെ നിഴൽപ്പാടുകൾ ഉണ്ടോ? കാരണം
ഒരുമിച്ച് ജീവിക്കുന്നു. സോഷ്യൽ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാനായി ഒരുമിച്ച് ഉടുത്തൊരുങ്ങി പുറത്തേക്കൊക്കെ പോകുന്നു. എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയപ്പാടിൻ്റെ നിഴൽ നമ്മുടെ വീടുകളിലുണ്ടോ? ജീവിത പങ്കാളി ഒരു ഭീഷണിയായിട്ട് മാറുന്നുണ്ടോ? മക്കളെക്കുറിച്ചുള്ള ചിന്തകൾ, അവരുടെ പോക്കിൽ ഒരു ഭയപ്പാടിൻ്റെ നിഴൽപ്പാടുകൾ ഉണ്ടോ? അങ്ങനെയെങ്കിൽ ഈ ദിവസം ദൈവമേ, എൻ്റെ ജീവിത സാഹചര്യത്തെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ഒരു വ്യതയിലൂടെയോ വേദനയിലൂടെയോ കടന്നു പോകുന്നുവെങ്കിൽ വിശ്വസിക്കുക, മാലാഖമാർ ആട്ടിടയന്മാർക്ക് നൽകിയ ഒരു സന്ദേശമില്ലേ? അതായത് സന്തോഷത്തിൻ്റെ സദ്വാർത്ത. നമ്മൾ വിചാരിക്കുന്നത് പോലെയുള്ള വേദനകളും വിഷമതകളും ഒക്കെ കുടുംബത്തിലും സമൂഹത്തിലുമൊക്കെ ഉണ്ടാകാം. ഇതൊന്നും അവസാനം വരെ നിലനിൽക്കില്ല. ഇവയെല്ലാം മാറും. കാരണം പ്രതീക്ഷ നൽകുന്ന ഒരു രക്ഷകനാണ് നമുക്കുള്ളത്. യേശുവിൻ്റെ നാമത്തിലാണ് അത്ഭുതങ്ങൾ സംഭവിക്കുക. യേശുവിൻ്റെ നാമത്തിൽ കരഞ്ഞപേക്ഷിച്ചാൽ ഈശോ നമ്മുടെ പ്രാർത്ഥന കേൾക്കുമെന്നുള്ളത് ഉറപ്പാണ്. നമുക്കറിയാം, അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ പറയുന്നത് ഇപ്രകാരമാണ്: ഈ ലോകത്തിൽ ഈ മാനവരാശിക്ക് നൽകിയ ഏക നാമമെന്ന് പറയുന്നത് യേശുനാമമാണ്. ഈ യേശുനാമം വിളിച്ചപേക്ഷിച്ചാൽ ഈ ദുഃഖങ്ങളും ദുരിതങ്ങളും മാറും. ഭയപ്പാടിൻ്റെ നിഴൽപ്പാടുകൾ നമ്മളെ വിട്ടുമാറും. സന്തോഷവും ആത്മീയ നിർവൃതിയും നമ്മൾക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, വിക്ടർ ഫ്രാങ്കിൾ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ അദ്ദേഹത്തിനുണ്ടായ ഒരു അനുഭവം പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്: ഒരു പെൺകുട്ടി, അവൾക്കറിയാം അവളുടെ ജീവിതം അധികമൊന്നുമില്ല എന്ന്. വലിയ വേദനയിലൂടെ ഏകാന്തതയിലൂടെ കടന്നു പോകുന്ന അവസരത്തിൽ അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കും. നല്ലൊരു മരം ആ പെൺകുട്ടി കാണുവാൻ സാധിച്ചു. അതിൽ മനോഹരമായ പൂക്കളുമുണ്ട്. അവളുടെ ഏകാന്തതയുടെ നിമിഷങ്ങളിൽ അവൾ ആ മരത്തിലേക്ക് നോക്കും. അങ്ങനെ ആ മരത്തിൻ്റെ പച്ചിപ്പും ആ പൂക്കളുമൊക്കെ അവൾക്ക് വലിയൊരു സന്തോഷം കൊടുക്കും. ഇദ്ദേഹം അവളോട് ഒരുപാട് നേരം സംസാരിച്ചു. ജീവിതം അധികം മുമ്പോട്ട് പോകില്ല എന്ന് അവൾക്കറിയാം. എങ്കിലും അവളോട് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്: വലിയ ഏകാന്തത അനുഭവിക്കുന്ന നിമിഷങ്ങളിൽ ഞാൻ ഈ ജനലിന് പുറത്തേക്ക് നോക്കും. ഈ തളിരിട്ട ഈ മരവും അതിൻ്റെ പൂക്കളും ഞാൻ കാണും. ആ പൂക്കളൊക്കെ എന്നോട് സംസാരിക്കുന്നുണ്ട്. എന്താണ് സംസാരിക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചു. അദ്ദേഹം ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞത് ഇപ്രകാരമാണ്: ഐ ആം ഹിയർ, ഐ ആം ഹിയർ, ഐ ആം ലൈഫ്, ഐ ആം ഇറ്റേണൽ ലൈഫ്. ഞാൻ ഇവിടെയുണ്ട്, ഞാൻ നിത്യജീവനാണ്, ഞാൻ ജീവിതമാണ് എന്ന്. ഇത് ഈ പെൺകുട്ടിക്ക് വലിയ ഒരു സന്തോഷം നൽകി. ഇദ്ദേഹം ഓർത്തു, എന്തെങ്കിലും ഒരു ഹലൂസിനേഷൻ, ഒരു മായാ ലോകത്ത് നിന്നുകൊണ്ട് ഈ പെൺകുട്ടി ഇങ്ങനെ പറയുന്നതാണെന്ന്. എങ്കിലും കുറച്ചു കഴിഞ്ഞപ്പം വിക്ടർ ഫ്രാങ്കിളിന് മനസ്സിലാക്കാൻ സാധിച്ചു ഈ പെൺകുട്ടി പറഞ്ഞതൊക്കെ നേരായിരുന്നു എന്ന്. കാരണം മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, നിത്യജീവനുണ്ട് എന്ന ബോധ്യം. ആ ബോധ്യമാണ് ആ തടങ്കൽ പാളയത്തിൽ ജീവിക്കുവാനായിട്ടുള്ള ആക്കം ഈ പെൺകുട്ടിക്ക് കൊടുത്തത്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ അവൾ മരിച്ചു പോവുകയാണ്. വിക്ടർ ഫ്രാങ്കിൾ തടങ്കലിൽ നിന്നൊക്കെ മോചിതനായി കുറച്ചു നാൾ കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടിയുടെ ജീവിതത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പരാമർശിക്കുന്നത്. സ്നേഹമുള്ളവരെ, മാനുഷിക ദൃഷ്ടിയിൽ ചിന്തിക്കുമ്പം ജീവിതമെല്ലാം അസ്തമിച്ചു എന്ന് തോന്നുന്നു. അസ്തമിച്ചു എന്ന് തോന്നുന്നിടത്ത് പോലും വലിയ പ്രതീക്ഷകൾ കൊണ്ട് ഈ പെൺകുട്ടി മനസ്സ് നിറയ്ക്കുകയാണ്. ഒരു നിത്യജീവിതമുണ്ട്, ഈ ജീവിതം മാത്രമല്ല വേറൊരു ജീവിതമുണ്ട് എന്ന്. അതുതന്നെയാണ് ഈ ക്രിസ്മസും നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെയൊക്കെ വേദനകളും ദുഃഖങ്ങളും അതെന്നും വഹിച്ചുകൊണ്ട് നടക്കാനുള്ളതല്ല. നമുക്കറിയാം, കൂനുള്ള സ്ത്രീ 18 വർഷമായി വേദനയും ഭാരവും വഹിച്ചുകൊണ്ട് നടന്നു. അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ജീവിതത്തെ വിട്ട് മാറുമെന്ന്. എന്നാൽ ഒരു ദിവസം ഈശോ സിനഗോഗിൽ അവളുടെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ചെല്ലുന്ന അവസരത്തിൽ അവളുടെ വേദന അവൾ പറയാതെ തന്നെ ഈശോ മനസ്സിലാക്കുന്നു, അവളെ സുഖപ്പെടുത്തുന്നു. അങ്ങനെയെങ്കിൽ വലിയ ജീവിത ഭാരവുമായി
നമ്മൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്ന നിങ്ങൾ ഇതുപോലുള്ള വലിയ ഭാരമായി വർഷങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഭാരങ്ങളില്ലേ? ഈ ഭാരങ്ങളൊക്കെ ഒന്ന് ഈശോയുടെ മുമ്പിലേക്ക് ഒന്ന് കൊടുക്കാമോ? പുൽക്കൂട്ടിൽ ഈശോയെ കാണുവാൻ പോകുമ്പം ആ ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ, ഈശോയെ, എൻ്റെ ഹൃദയവേദ, ഈ ഭാരം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ? സ്നേഹമുള്ളവരെ, പ്രതീക്ഷയാണ് നമ്മൾക്ക് ജീവിക്കുവാനുള്ള ആക്കം കൂട്ടുന്നത്. നമുക്കറിയാം, പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ തണുപ്പുള്ള സമയം, ആ തണുപ്പുള്ള സമയത്ത് വൃക്ഷങ്ങളൊക്കെ ഇലകൾ പൊഴിക്കും. വൃക്ഷങ്ങൾ ഇലകൾ പൊഴിക്കുന്നതിന് മുൻപ് പലതരത്തിലുള്ള കളറുകളായിരിക്കാം ഈ പച്ചപ്പുള്ള ഇലകൾക്ക്. ചിലപ്പോൾ പൊഴിക്കുന്ന സമയമാകുമ്പോൾ ഇളം മഞ്ഞ കളറുണ്ടാവാം, ചുവപ്പ് കളറുണ്ടാവാം. അങ്ങനെ 1.5 മാസം കൊണ്ട് വൃക്ഷങ്ങൾ ഈ ഇലകളെല്ലാം പൊഴിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ തണുപ്പ് ആരംഭിക്കുന്നു. ആ അവസരത്തിൽ നമ്മൾ ഈ വൃക്ഷങ്ങളെ നോക്കുമ്പോൾ കാണുവാൻ സാധിക്കുക, ഒരു വിറക് കൊള്ളി പോലെ ഈ വൃക്ഷം നിൽക്കുകയാണ്. ഏകദേശം 6-7 മാസം ഒരു പച്ചപ്പുമില്ല, ഒരു ഇലയുമില്ല. കുറേ കഴിയുമ്പം വിൻ്ററൊക്കെ അങ്ങ് മാറി സമ്മർ വരുന്ന ഒരു സമയം. അങ്ങനെ വരുമ്പോൾ ഈ വൃക്ഷത്തിൻ്റെ അടുക്കിലെത്തുമ്പോൾ ഞാനത് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ചെറിയ ചെറിയ തളിരിലകൾ വരുന്നത് കാണുവാൻ സാധിക്കും. വലിയ സന്തോഷമാണ് അത് കാണുമ്പം. കാരണം ഇത്രയും നാളും ഇങ്ങനെ വിറങ്ങലിച്ചു ജീവിച്ച ആ വൃക്ഷം പതുക്കെ പതുക്കെ തളിരിലകൾ വന്ന് അങ്ങനെ ആ വൃക്ഷം മുഴുവൻ പടർന്ന് പന്തലിക്കുക ഇലകൾ കൊണ്ട്. വലിയ പ്രതീക്ഷയാണ്. ഇനി ഈ ഇലകളുടെ പച്ചപ്പെന്ന് പറയുന്നത്, ആ പച്ചപ്പിനും വലിയൊരു സൗന്ദര്യമുണ്ട്. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതവും ഇതുപോലെയാണ്. ചില സമയത്ത് എല്ലാം അസ്തമിച്ചു എന്ന് നമ്മളൊക്കെ തോന്നുന്നു. അതെ, അസ്തമിച്ചു എന്ന് തോന്നിടത്ത ദൈവം തുടങ്ങുന്നത്. ക്രിസ്മസ് നമുക്ക് നൽകുന്ന വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത്, ഭയപ്പെടേണ്ട. അസ്തമിച്ചു എന്ന് തോന്നിയാൽ അത് നിരാശയിലേക്ക് നയിക്കും. പക്ഷേ ആ തോന്നലുകളെയൊക്കെ ദൈവം ഏറ്റെടുക്കുമെന്നുള്ള വലിയ ബോധ്യം, വലിയ പ്രതീക്ഷ നമുക്ക് നൽകുന്നു. മാലാഖമാർ ആട്ടിടയർക്ക് വലിയൊരു പ്രതീക്ഷ കൊടുത്തു. ആ പ്രതീക്ഷയനുസരിച്ച് അവർ തിരിച്ചു വന്ന് സന്തോഷത്തോടെ ജീവിച്ചു. ലൂക്ക അറിയിച്ച സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 17-ാമത്തെ വചനം, ദൂതൻ ശിശുവിനെക്കുറിച്ച് തങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ ആട്ടിടയന്മാർ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ആ ഭയപ്പാടിൻ്റെ നിഴലുകളിലൂടെ ജീവിച്ച ആ ആട്ടിടയന്മാർ ആ ജോലി തന്നെ പിന്തുടർന്നു. അവരുടെ ജീവിതത്തിൽ ഭയമുണ്ടായില്ല. കാരണം ജീവിതത്തിൽ ഏറ്റെടുക്കുവാൻ കഴിവുള്ള, ജീവിതത്തിൻ്റെ ആ ഗതിവിഗതികൾ നിയന്ത്രിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് എന്ന വലിയൊരു ബോധ്യം ലഭിച്ചു. നമ്മളൊക്കെ ഈ ആട്ടിടയന്മാരെ പോലെ സാക്ഷ്യം കൊടുക്കുവാനായി തയ്യാറാകണം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സാക്ഷ്യം കൊടുക്കുവാനായി തയ്യാറാകുന്നുണ്ടോ? നമ്മുടെയൊക്കെ ധ്യാന കേന്ദ്രങ്ങളിൽ ധ്യാനമൊക്കെ കഴിയുമ്പം ആൾക്കാർ വന്ന് സാക്ഷ്യം പറയാറുണ്ട്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഞാൻ ഓർക്കുന്നു, പാലക്കാട് കഴിഞ്ഞ വർഷം കുറ്റ്നസ് ടിവിയുടെ ഒരു കൺവെൻഷൻ നയിക്കുവാനായിപ്പോയി. ആ കൺവെൻഷൻ്റെ സമയത്ത് ദൈവം ഒത്തിരി പേരെ സുഖപ്പെടുത്തി. ആ സമയത്ത് ഞാനൊരു സന്ദേശം, ഒരു രോഗസൗഖ്യം മൈക്കിലൂടെ അനൗൺസ് ചെയ്തു. വളരെ നാളുകളായി അലട്ടിക്കൊണ്ടിരുന്ന കുത്തിയുള്ള ഒരു തലവേദന, ഒരു പഠിക്കുന്ന ഒരു സഹോദരിയുടെ ആ തലവേദന ദൈവം മാറ്റുന്നതായിട്ട് ശക്തമായ പ്രചോദനം വന്നുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ഞാൻ സംശയിച്ചില്ല, ഞാനത് അനൗൺസ് ചെയ്തു. ആരും കൈപൊക്കിയില്ല. ഞാൻ ഓർത്തു, ആ ധ്യാനം കഴിയുമ്പോഴെങ്കിലും ആരെങ്കിലും വന്ന് പറയുമെന്ന്. അതും സാധിച്ചില്ല. തിരിച്ച് പള്ളിയിൽ വന്ന് വലിയ വിഷമത്തോടെ പ്രാർത്ഥിച്ചു, ദൈവമേ, സാക്ഷ്യം അത് ആരും പറഞ്ഞില്ലല്ലോ, സൗഖ്യം ലഭിച്ചു എന്ന് ഉറപ്പാണ്. അങ്ങനെ നമ്മുടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് തിരിച്ചു വന്നു. ഏകദേശം 1.5 മാസങ്ങൾ കഴിഞ്ഞപ്പം നമ്മുടെ മലയാള സെഷനിൽ ധ്യാനം കൊടുത്തുകൊണ്ടിരിക്കുക. ആ ധ്യാനമെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം ഒരു സഹോദരി കുടുംബവുമായിട്ട് എൻ്റെ അടുക്കൽ വന്നു. എന്നോട് പറഞ്ഞു, അച്ചോ, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അച്ഛൻ ഇന്ന സ്ഥലത്ത് വന്നില്ലേ, അന്ന് വിളിച്ചു പറഞ്ഞില്ലേ, എൻ്റെ തലവേദനയാണ് ദൈവം മാറ്റിയത്. എനിക്കത് ബോധ്യപ്പെട്ടു. പക്ഷേ ആഴങ്ങളിൽ ബോധ്യപ്പെടണം. അതുകൊണ്ട് ഏതാനും 1.5 മാസം ഞാൻ ചെലവഴിച്ചു.
പൂർണ്ണമായിട്ട് സുഖപ്പെട്ടു. ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കുടുംബത്തിലുള്ളവരുണ്ട്, എൻ്റെ വീടിനടുത്തുള്ളവരുണ്ട്. കാരണം അവർക്കും അറിയായിരുന്നു ചെറുപ്പത്തിലെ ഞാൻ ഇതുപോലുള്ള ഒരു രോഗത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണെന്ന്. എനിക്ക് വലിയ സന്തോഷം തോന്നി. നമ്മളുമായി അടുത്ത് ഇടപെടുന്ന വ്യക്തികളുടെ ഇടയിൽ ഈശോയെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട് നമ്മൾക്ക് സാധിക്കും. എന്നാൽ നമ്മുടെ ഓഫീസിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ, ഈശോയെ അറിയത്തില്ലാത്ത വ്യക്തികളുണ്ട്. അവരുടെ ഇടയിൽ നമുക്ക് ഈശോ അനുഭവം, നമുക്കുണ്ടായ അനുഭവം ഒന്ന് പകർന്നു കൊടുക്കുവാൻ സാധിക്കുമോ? ഇതാണ് ഈ ക്രിസ്മസ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ഈശോ ഈ ഭൂമിയിൽ ഭൂജാതനായി. ആ രക്ഷയുടെ മാധുര്യം, സ്നേഹം നമ്മൾ അനുഭവിച്ചറിഞ്ഞെങ്കിൽ അതൊന്ന് പകർന്നു കൊടുക്കുവാൻ നമ്മൾക്ക് ശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, ക്രിസ്മസ് ആഘോഷിക്കുന്ന ഈ നാളുകളിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾ, ഭയപ്പെടേണ്ട എന്ന ആ വലിയ സദ്വാർത്ത ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേക്ക് സാക്ഷി നൽകുവാൻ ഈ ലോകത്തിൻ്റെ വേദനകളെ നാഥാ സമർപ്പിക്കുന്നു. ഏറ്റെടുക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.